അതാണ് ഇസ്രായേൽ എന്ന കിരാത രാജ്യം ആഗ്രഹിക്കുന്നത്. കാരണം എക്കാലഘട്ടത്തിലെയും അവരുടെ ശത്രു ഇസ്ലാം നാമധാരികളാ, മുസ്ലിം സമൂഹമാ. അവർക്കെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവും കഴിവില്ലായ്മയും എന്തുമാവട്ടെ, പക്ഷെ ഏറ്റവും വലിയൊരു ആയുധം ഇന്ന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങ് ഇറാനിലും അതല്ലെങ്കിൽ ഈജിപ്തിലുമൊക്കെ ആവട്ടെ എന്ന് ആൾക്കാർ ആശ്വസിക്കുമ്പോഴും അവർക്കെതിരെ അല്ലെങ്കിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുറപ്പാണെങ്കിൽ വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ആ കുഴപ്പത്തെ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, അതൊരു വിഭാഗത്തെ മാത്രമല്ല, ഒരു നാടിനെയല്ല, ഒന്നാകെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ സമൂഹത്തെ എത്തിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്ന് എക്കാലഘട്ടത്തിലും മുന്നിട്ടിറങ്ങി സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ജൂതന്മാർക്കെതിരെ, ഇസ്രായേലിയർക്കെതിരെ അള്ളാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ചു, പ്രാർത്ഥനമെന്ന ആയുധം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കണം. ആ പ്രാർത്ഥനമെന്ന ആയുധം മാത്രമേ ഇനി ഈ സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ സാധിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും. ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ അങ്ങേയറ്റം മൃഗീയമായ കൊന്നൊടുക്കൽ നടത്തി പിന്നീട് ഇസ്ലാമിന്റെ പല രാഷ്ട്രങ്ങളിലേക്കും പടനയിച്ചവരും അശാന്തി സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുമാണ് ഇസ്രായേൽ എന്ന ജനത, ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം, ഹൃദയം തുറന്ന് അല്ലാഹുമ്മ അൻസുർ, റബ്ബേ നീ സഹായിക്കണം. കാരണം ഏതൊരു കാര്യവും നിയന്ത്രിക്കുന്ന റബ്ബിന്റെ അരികിൽ ഏതൊരു കാര്യത്തിനും പ്രതിവിധിയുണ്ടെങ്കിൽ ഞങ്ങളെ നാടും നിർഭയത്വവും നശിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസം കൊണ്ടാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക വിരുദ്ധരെ കൊണ്ടാണെങ്കിലും അല്ലാഹുവേ, ലോകാടിസ്ഥാനത്തിൽ നിന്റെ സഹായം ഞങ്ങളിലേക്ക് ഉണ്ടാവണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മാർഗമെന്നും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം വാർത്തകൾ വായിക്കരുത് എന്നല്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ ആളുകൾ എഴുതിവിടുന്ന സമയത്ത് അതൊരു മുസ്ലിം അമുസ്ലിം തമ്മിലുള്ള അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി വർണ്ണിച്ച് ആവേശം കൊള്ളുന്നത് കാണാറുണ്ട്. കൊന്നൊടുക്കലിന് തിരിച്ചാണെങ്കിലും മറിച്ചാണെങ്കിലും ഒരു നിരപരാധിയെങ്കിലും കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖതല കുല്ലുഹാ, മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാ. ഒരു മൃഗമെങ്കിലും മിണ്ടാപ്രാണിയെങ്കിലും വെന്തെരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മയെങ്കിലും മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പൈതലിന്റെ രക്തമെങ്കിലും അത് ഫലസ്തീനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇസ്രയേലാണെങ്കിലും ഇറാനിലാണെങ്കിലും ആ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി ആ വിഷയത്തെ വൈകാരികമായി കത്തിക്കാതെ പ്രാർത്ഥനയോടെ മറുപടിയായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.